ഓക്കെ, നമ്മൾ 5 ജേണൽ എൻട്രി പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ബാക്കി പറയണം കേട്ടോ. 6-മത്തേതാണ് സോൾഡ് വിറ്റു ഗുഡ്സ് ടു അജിത്ത്. അജിത്തിന് ഗുഡ്സ് ചരക്ക് വിറ്റു എന്നാണ് പറയുന്നത്. ₹12,000 12,000 നമ്മൾ അജിത്തിന് വിറ്റു എന്ന് പറയുന്നുണ്ട് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു അജിത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ അത് കടത്തിന് വിറ്റു എന്നാണ് അല്ലേ. കടത്തിന് വിറ്റു എന്നാണ്, അതുകൊണ്ടാണ് ഇവിടെ ആളുടെ പേര് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കടത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല? ക്യാഷ് കിട്ടിയിട്ടില്ല അല്ലേ. ക്യാഷ് കിട്ടിയിട്ടില്ല, നമുക്ക് ക്യാഷ് കിട്ടാനായിരിക്കുകയാണ്. ക്യാഷ് കിട്ടാനായി. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ എഴുതി വെക്കും? അജിത്ത് അക്കൗണ്ട് ഡെപ്റ്റർ. അജിത്ത് ഇങ്ങോട്ട് പൈസ തരാനായി അല്ലേ. അജിത്ത് ഇങ്ങോട്ട് പൈസ തരാനായി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു കടത്തിന് വിൽക്കുമ്പോൾ ഒരാൾ നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനാവുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഡെബിറ്റ് ആണ്. കാരണം നമ്മൾക്ക് അയാൾ പൈസ തരും എന്ന വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അയാൾക്ക് വിറ്റിട്ടുള്ളത്. നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ വിൽക്കുമോ? നമ്മൾ പറ്റിക്കുന്ന ഒരാൾക്കാണെങ്കിൽ വിൽക്കില്ല അല്ലേ. ഇപ്പോൾ ബാങ്കിലൊക്കെ പൈസ ഇട്ടതുപോലെ തന്നെയാണ്. അപ്പോൾ ഇയാളെ കയ്യിൽ നമ്മുടെ ക്യാഷ് ഉണ്ട്. എത്ര രൂപ? 12,000. അപ്പോൾ അജിത്ത് നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് തരാനാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഒരിക്കൽ എന്താണ്, അജിത്ത് കൊടുക്കാനുള്ളതാണെന്ന് കരുതരുത്. അജിത്ത് കൊടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ബാധ്യതയില്ലേ എന്ന് കരുതരുത്. അത് അജിത്ത് നോക്കിക്കോളും, അത് അജിത്ത് എഴുതി വെച്ചോളും. നമ്മളെ സംബന്ധിച്ച് കിട്ടാനാണ്. എപ്പോഴും നമ്മുടെ ഭാഗം മാത്രം ചിന്തിക്കണം. നമുക്ക് പൈസ കിട്ടാനാണ്. അപ്പോൾ അജിത്ത് ഇങ്ങോട്ട് ക്യാഷ് തരാനായി. നമ്മൾ വിൽക്കുന്ന സമയത്ത് വിറ്റിക്കാണ് അല്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് എന്താ പോവുക? ഗുഡ്സ് പോകും അല്ലേ. ഗുഡ്സ് പോകും. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഗുഡ്സ് പോകുന്നതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ അക്കൗണ്ടിങ് റൂള് പ്രകാരം, അതായത് ഡെബിറ്റ് ക്രെഡിറ്റിൻ്റെ റൂള് പറഞ്ഞല്ലോ, അത് പ്രകാരം അജിത്ത് ഇങ്ങോട്ട് തരാനായത് എന്തുകൊണ്ട് ഡെബിറ്റിൽ എഴുതി? ഇതൊരു പൈസ തരാനുള്ള വ്യക്തിയാണ്, ഡെപ്റ്ററാണ്. നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആളുകളെ എല്ലാം കൂട്ടിയിട്ടാണ് എന്ത് പറയുന്നത്? ഡെപ്റ്റർ അല്ലെങ്കിൽ സൺഡി ഡെപ്റ്റർ പറയുന്നത്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ 1-ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ, അസെറ്റ്സിൽ. അപ്പോൾ ഇങ്ങോട്ട് തരാനുള്ള ആൾ ഡെപ്റ്ററാണ്, സൺഡി ഡെപ്റ്ററാണ്, ഒരു അസെറ്റാണ്, കറണ്ട് അസെറ്റാണ്. അപ്പോൾ സ്വത്ത് കൂടിയത് കൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു എന്ന് നമുക്ക് വേണമെങ്കിൽ സ്വത്ത് കൂടിയത് കൊണ്ട് ഡെബിറ്റ് ചെയ്തു. സെയിൽസ്, നമ്മുടെ ചരക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമാണ്, ഡയറക്റ്റ് ഇൻകം ആണ് അല്ലേ. അപ്പോൾ വരുമാനം കൂടിയത് കൊണ്ട് വരുമാനത്തെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ റൂള് പ്രകാരം അങ്ങനെ നമുക്ക് പറയാം. പക്ഷെ അത് അങ്ങനെ ചിന്തിച്ച് എഴുതാൻ കുറച്ച് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് അല്ലേ. അതിനേക്കാൾ ബെറ്റർ എന്താണ്? ചരക്ക് പൈസ നമുക്ക് അയാൾ തരാനായി, നമുക്ക് കിട്ടാനായി അല്ലേ. നമുക്ക് ഇയാൾ പൈസ തരാനായി, അത് ഗുണം. നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി? ഗുഡ്സ് പോവല്ലേ. നമ്മുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പോവുകയാണ്. ഗുഡ്സ് പോയത് കൊണ്ട് അതിനെന്ത് ചെയ്തു? നമ്മൾ ദോഷത്തിൽ എഴുതിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പെയ്ഡ് സാലറി, ശമ്പളം കൊടുത്തു എന്നാണ് പറയുന്നത് അല്ലേ. ശമ്പളം കൊടുത്തു ₹10,000 10,000 രൂപ നമ്മൾ ശമ്പളം കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റാഫിന്, നമ്മുടെ ഒരു ജോലിക്കാരന്. അപ്പോൾ ജോലിക്കാരന് നമ്മൾ ശമ്പളം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് എഴുതുക? എന്താണ് ഗുണം? ആ ജോലിക്കാരൻ നമുക്കൊരു മാസം ജോലി ചെയ്ത് തന്നില്ലേ അല്ലേ, അതിനല്ലേ നമ്മൾ ക്യാഷ് കൊടുത്തത്. ഇവൻ വെറുതെയാണോ നമുക്ക് ജോലി ചെയ്ത് തന്നത്? നമ്മൾ സ്റ്റാഫിനെ വെക്കാറുണ്ടല്ലേ. എത്ര ആളുകൾ പല സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഈ സ്ഥാപനങ്ങൾക്ക് എന്താണ് ഇവിടെ ഗുണം? ആ ആൾ ജോലി ചെയ്ത് കൊടുക്കുന്നു. അതായത് ഒരു മാസം ഈ സ്റ്റാഫ് അവർക്ക് വേണ്ടി, ബിസിനസ്സിന് വേണ്ടി ജോലി ചെയ്ത് കൊടുത്തു, അതാണ് ഗുണം. അതിനെ നമ്മൾ എങ്ങനെ എഴുതുക? സാലറി അക്കൗണ്ട് ഡെപ്റ്റർ എന്നാണ് എഴുതുക അല്ലേ. അപ്പോൾ എന്താണ് സാലറി? എന്തിനാണ് സാലറി എന്ന് പറഞ്ഞാൽ? സാലറി എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരാൾ ജോലി ചെയ്ത പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണ് സാലറി. ഇത് നമ്മുടെ ഒരു ആവശ്യമായിരുന്നു അല്ലേ. അതായത് എക്സ്പെൻസ് ആണ്, ചിലവാണ്, നമ്മുടെ ഒരു ആവശ്യമാണിത്. ഒരു സ്ഥാപനത്തിൽ ജോലിക്കാരെ വെക്കുന്ന എന്തിനാ? ഒരാൾ ഉടമസ്ഥനെ മാത്രം നോക്കിയാൽ എത്താത്തതുകൊണ്ടാണ് അല്ലേ. സ്ഥാപനത്തിൻ്റെ വലുപ്പം അനുസരിച്ച് ചെറിയ സ്ഥാപനമാണെങ്കിൽ 1-2 ജോലിക്കാർ മതി. വലിയ സ്ഥാപനമാണെങ്കിൽ ഒരുപാട് ജോലിക്കാരെ വേണ്ടി വരും അല്ലേ, സ്റ്റാഫിനെ വേണ്ടി വരും. അപ്പോൾ അത് അവർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്ത് തന്നത്, അതാണ് ഗുണം. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സാലറി എന്ന് പറയുന്നത്. അപ്പോൾ സാലറി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റാഫ്, ഒരു ജോലിക്കാരൻ നമുക്ക് വേണ്ടി ജോലി ചെയ്ത് തന്ന പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണ് സാലറി. ഓക്കെ, ശമ്പളം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ആവശ്യമായിരുന്നു, എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് സാലറി? എന്താണ് ഗുണം? ഒരാൾ ജോലി ചെയ്ത് തന്ന, നമുക്ക് വേണ്ടി ജോലി ചെയ്ത് തന്നു, അത് ഗുണം. അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് റൂള് പ്രകാരം, അതായത് ഡെബിറ്റ് ക്രെഡിറ്റ് റൂള് പ്രകാരം എക്സ്പെൻസ് ആണ് വന്നത്, ചിലവ് വന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം അല്ലേ. ചിലവ് കൂടുമ്പോൾ ഡെബിറ്റിൽ എഴുതണം എന്നല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ എത്രയാണ്? 10,000 10,000 ഡെബിറ്റ് ചെയ്തു. നമ്മളിതിന് എന്താ കൊടുത്ത്
ക്യാഷാണ് കൊടുത്തത് അല്ലേ, ക്യാഷ് അല്ലേ കൊടുത്തത്. അപ്പോൾ ക്യാഷ് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു വരുന്നത്, ബാങ്കിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്താൽ ഇവിടെ ബാങ്കാണ് എഴുതേണ്ടത് കേട്ടോ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഒരാൾ ജോലി ചെയ്ത് തന്നത് ഗുണം നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി, ക്യാഷ് പോയി. ഡെബിറ്റ് ക്രെഡിറ്റ് റൂള് നേരത്തെ ഞാൻ പറഞ്ഞ പ്രകാരം ക്യാഷ് സ്വത്ത് നമ്മുടെ കുറയാണ് അല്ലേ, സ്വത്ത് കുറയുമ്പോൾ അതിനെന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, പക്ഷേ ആ ഡെബിറ്റ് ക്രെഡിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെബിറ്റ് ക്രെഡിറ്റ് റൂള് നോക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്, അത് എഴുതാൻ ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ എളുപ്പമല്ലേ എന്ത്, ഒരാൾ ജോലി ചെയ്ത് തന്നു, നമുക്ക് ഇങ്ങോട്ട് ജോലി ചെയ്ത് തന്നു, അത് ഗുണം, അതിനെയാണ് സാലറി എന്ന് പറയുന്നത്. കയ്യിൽ നിന്ന് എന്ത് പോയി, ക്യാഷ് പോയി, കയ്യിൽ നിന്ന് ക്യാഷ് പോയി, അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്തു ദോഷത്തിൽ എഴുതി. അടുത്തത് പെയ്ഡ് ഫോർ അഡ്വർടൈസ്മെൻറ്റ്, പരസ്യത്തിന് വേണ്ടി. അഡ്വർടൈസ്മെൻറ്റ് പറഞ്ഞാൽ പരസ്യം ചെയ്യുക, പരസ്യം ചെയ്യാൻ വേണ്ടി നമ്മളൊരു 3000 രൂപ കൊടുത്തു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ പരസ്യം ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ എന്താ ഗുണം, പരസ്യം ചെയ്ത് കിട്ടിയതാണ് ഗുണം അല്ലേ, പരസ്യം ചെയ്ത് കിട്ടിയ ഗുണം. ഇത് നമ്മുടെ ഒരു ആവശ്യമല്ലേ, നമ്മളെന്തിനാണ് പരസ്യം ചെയ്യുന്നത്, നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് അറിയണം അല്ലേ. നമ്മുടെ സ്ഥാപനത്തിൽ വല്ല ഓഫറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതറിയാം, നമ്മുടെ സ്ഥാപനം ജനങ്ങൾക്ക് അറിയണമല്ലോ. 4 പേർക്ക് നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് അറിഞ്ഞാലല്ലേ നമ്മുടെ കടയിൽ വരുള്ളൂ, അല്ലെങ്കിൽ അവർ കടയിൽ വരുമോ, ഇല്ല അല്ലേ. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലോട്ട് അവർ വരണം, അതിന് അവരറിയിക്കണം. അതിന് നമ്മൾ നോട്ടീസ് അടിച്ചിട്ടോ ന്യൂസ് പേപ്പറിലോ, അല്ലെങ്കിൽ ഒരുപാട് മാധ്യമങ്ങളുണ്ട് അല്ലേ, വാട്സപ്പിലുണ്ട്, നമുക്ക് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് ഇതിനെന്ത് ചെയ്യാം, പരസ്യം ചെയ്യാം. അങ്ങനെ എങ്ങനെയോ നമ്മൾ പരസ്യം ചെയ്തു, ഏത് വഴി എന്ന് പറയുന്നില്ല, അവിടെ പരസ്യം ചെയ്തു. അപ്പോൾ എന്താ നമ്മുടെ ഗുണം, 4 പേര് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് അറിഞ്ഞു, അതുവഴി നമ്മുടെ സെയിൽ കൂടും. സെയിൽ കൂടുമ്പോൾ എന്ത് വരും, നമ്മുടെ ലാഭം കൂടും അല്ലേ, വരുമാനം കൂടും. അതായത് സെയിൽ ഒരു വരുമാനമാണ്, വരുമാനം കൂടും, അതായത് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുന്നത് കൂടും, അതുവഴി നമ്മുടെ ലാഭം കൂടും. അപ്പോൾ പരസ്യം ചെയ്ത് കിട്ടിയതാണ് ഇവിടെ ഗുണം. അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ, പരസ്യം നമുക്ക് ചെയ്ത് കിട്ടി, പരസ്യം ചെയ്ത് കിട്ടിയത് ഗുണം, പരസ്യം ചെയ്ത് കിട്ടിയത് ഗുണം. ഇതിന് നമ്മൾ എന്താ കൊടുത്തത്, ക്യാഷാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ കയ്യിൽ നിന്ന് എന്ത് പോയി, ക്യാഷ് പോയി. ക്യാഷ് പോകുമ്പോൾ അതിനെവിടെ എഴുതണം, രണ്ടാമത് എഴുതണം. ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷിന് ആദ്യം എഴുതണം അല്ലേ. അപ്പോൾ പരസ്യം ചെയ്ത് കിട്ടിയത് ഗുണം, പരസ്യം ചെയ്ത് കിട്ടിയത് ഗുണം. എത്ര രൂപ, 3000. അതേ 3000 തന്നെ നമ്മൾ ക്രെഡിറ്റിൽ എഴുതി അല്ലേ. അപ്പോൾ പരസ്യം ചെയ്ത് കിട്ടിയത് ഗുണം, കയ്യിൽ നിന്ന് എന്ത് പോയിട്ടുണ്ട്, ക്യാഷ് പോയിട്ടുണ്ട്. ഇത് അഡ്വർടൈസ്മെൻറ്റ് എന്താണ്, നമ്മുടെ എക്സ്പെൻസ് ആണ് അല്ലേ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, സെയിൽസുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവാണ്. ഈ എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെയാണ്, അതായത് ഡെബിറ്റ് ക്രെഡിറ്റ് റൂള് പ്രകാരം ഒരു എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ അതിനെവിടെ എഴുതണം, എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റിൽ എഴുതണം. സ്വത്ത് കുറയുന്നതുകൊണ്ട്, ക്യാഷ് നമ്മുടെ സ്വത്താണ്, സ്വത്ത് കുറയുന്നതുകൊണ്ട് അതിനെ ക്രെഡിറ്റിൽ എഴുതി അല്ലേ. അടുത്തത് പറയുന്നത് റിസീവ്ഡ്, കിട്ടിയിട്ടുണ്ട്. കമ്മീഷൻ കിട്ടി 500, 500 രൂപ കമ്മീഷൻ കിട്ടി എന്ന് പറയുന്നത്. കമ്മീഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക, ക്യാഷാണ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു കമ്മീഷൻ. ഓക്കെ, അപ്പോൾ കമ്മീഷൻ കിട്ടി എന്ന് പറയുമ്പോൾ ക്യാഷ് കിട്ടി, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു അല്ലേ, ക്യാഷ് കിട്ടി. ഇതിൻ്റെ മലയാള അർത്ഥം എന്താ, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ എന്ന് പറഞ്ഞാൽ ക്യാഷ് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ മലയാള അർത്ഥം. ക്യാഷ് കിട്ടിയിട്ടുണ്ട്, എത്ര, 500 രൂപ. എന്താണ് നമുക്ക് വന്ന ദോഷം അല്ലെങ്കിൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിസീവ്ഡ് കമ്മീഷൻ എന്നാണ് എഴുതേണ്ടത് അല്ലേ. എന്താണ് ഈ റിസീവ്ഡ് കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, റിസീവ്ഡ് നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുന്ന സമയത്ത് റിസീവ്ഡ് എന്ന് ചേർത്തി എഴുതണം കേട്ടോ. നമ്മൾ പൊതുവേ ചിലപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ കിട്ടുന്നതിനും കമ്മീഷൻ എന്ന് എഴുതാറുണ്ട്, അപൂർവം ചില ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്നതിന് കമ്മീഷൻ കൊടുത്താലും കമ്മീഷൻ എഴുതാറുണ്ട്. പക്ഷെ അത് ബുക്കിലായതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ രണ്ടിനും കമ്മീഷൻ എഴുതാൻ പാടില്ല. കിട്ടുന്നതിനൊക്കെ റിസീവ്ഡ് ചേർത്തി എഴുതണം, അതായത് ഒരു വ്യത്യാസം വരുത്തി എഴുതണം. അങ്ങോട്ട് കൊടുക്കുന്നതിനെ കമ്മീഷൻ എന്നും കിട്ടുന്നതിന് എന്ത് എഴുതും, റിസീവ്ഡ് കമ്മീഷൻ എന്നുമാണ് എഴുതാറ്. രണ്ടൊരേ പേരിൽ പറ്റില്ല, കാരണം കമ്പ്യൂട്ടറിൽ പറയും, കമ്പ്യൂട്ടറിന് ടാലി, ക്യൂബി, സേജ് 50 പോലുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ പറയും ഓൾറെഡി ഇങ്ങനൊരു ലെഡ്ജർ ഉണ്ടെന്ന് പറയും. അപ്പോൾ അതിന് പേര് ചെറുതായി മാറ്റി കൊടുക്കുക. അപ്പോൾ റിസീവ്ഡ് ചേർത്തി എഴുതാണ്ട്, റിസീവ്ഡ് കമ്മീഷൻ. എന്താണ് ഈ റിസീവ്ഡ് കമ്മീഷൻ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം, ഇത് വരുമാനമാണ് അല്ലേ, ഇൻഡയറക്റ്റ് ഇൻകമാണ്, വരുമാനമാണ്. നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റിൻ്റെ റൂള് പ്രകാരം പറഞ്ഞിരുന്നു, വരുമാനം ഉണ്ടാകുമ്പോൾ ക്രെഡിറ്റിൽ ചെയ്യണം. എന്താണ് നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഇതിന് എന്തിനാണ് ക്രെഡിറ്റിൽ എഴുതിയത്, എന്തിനാണ് റിസീവ്ഡ് കമ്മീഷൻ എന്ന് പറയുന്നത്? ചിന്തിച്ച് നോക്കൂ, ഈ കമ്മീഷൻ 500 രൂപ വെറുതെ കിട്ടുന്നതാണോ?
ഞാനൊരു വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ടി വി ഇതെല്ലാം വിൽക്കുന്ന കട ഞാൻ ചെയ്യുകയാണെന്ന് കരുതുക. അപ്പോൾ ഇതിൻ്റെ കമ്പനി, ടി വിയുടെയും വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജിൻ്റെ ഒരു കമ്പനി എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഇത്ര എണ്ണം ഒരു മാസം വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര രൂപ കമ്മീഷൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കടയിലോട്ട് കസ്റ്റമർ വരുന്ന സമയത്ത് ഞാൻ ഈ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, ഈ പ്രൊഡക്റ്റിനെ ഒന്നിങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുകയാണ് അല്ലേ. അതായത് കസ്റ്റമറോട് ഞാൻ പറയുകയാണ്, ഇത് നല്ല പ്രൊഡക്റ്റാണ്, ഇത് എടുത്തോളൂ, നല്ലതാണ്, കംപ്ലൈൻ്റ് ഒന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കസ്റ്റമറെ കൊണ്ട് എടുപ്പിക്കുകയാണ്. എന്തിനാണ് എടുപ്പിക്കുന്നത്? എനിക്ക് ഈ കമ്മീഷൻ കിട്ടാൻ വേണ്ടി അല്ലേ. നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ പലപ്പോഴും ആ കടയിലുള്ള സെയിൽസ്മാൻ അല്ലെങ്കിൽ കടയുടെ ഓണർ നമ്മളോട് പറയാറുണ്ട്, ഇന്ന പ്രൊഡക്റ്റ് നല്ലതാണ്, ഇതെടുത്തോളൂ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അതിന് ഉദ്ദേശം പലതും അയാൾക്ക് ഉണ്ടാവാം. ചിലപ്പോൾ അതിൽ കൂടുതൽ ലാഭം അദ്ദേഹത്തിനുണ്ടാവും, അതായത് ആ ബിസിനസ്സിനുണ്ടാവും. അല്ലെങ്കിലോ അതിന്മേൽ കമ്മീഷൻ ഉണ്ടാവാം, ആ പ്രൊഡക്റ്റിന് മേൽ ആ കമ്പനി കമ്മീഷൻ കൊടുക്കുന്നുണ്ടാവാം. അല്ലെങ്കിലോ ശരിക്കും അത് നല്ലത് തന്നെയായിരിക്കും, അദ്ദേഹം പറയുന്നത് സത്യമായിരിക്കും, ആ പ്രൊഡക്റ്റ് നല്ലതായിരിക്കാം. നമുക്ക് നല്ലത് വിറ്റ് കഴിഞ്ഞാൽ നല്ല പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് നമുക്ക് ഉപയോഗിച്ചാൽ നമുക്ക് തൃപ്തി ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ തൃപ്തി ഉള്ളതുകൊണ്ട്, അതായത് നമുക്കത് ഓക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കടക്കാരനോടോ ആ കടയോടോ ഒരു സ്നേഹം ഉണ്ടാവും, നമ്മൾ വീണ്ടും അവിടെ നിന്നല്ലേ വാങ്ങാം. അപ്പോൾ നല്ല പ്രൊഡക്റ്റ് ഒരു ബിസിനസ്മാൻ വിൽക്കാൻ ആഗ്രഹിക്കും, കാരണം എന്നാലേ കസ്റ്റമറുടെ സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ ആയിരിക്കാം, നല്ലത് കൊണ്ട് തന്നെ അങ്ങനെ പറയാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗങ്ങളിൽ കമ്മീഷൻ, ഒരു ഫ്രിഡ്ജ്, എ സി ഇതൊക്കെ വിൽക്കുന്ന ഒരു കമ്പനി കമ്മീഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആ പ്രൊഡക്റ്റിനെ കടക്കാരൻ കൂടുതൽ വിൽക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കൂടുതലായിട്ട് വിറ്റു. അങ്ങനെ വിറ്റപ്പോൾ എനിക്ക് കിട്ടിയതാണെന്ത്, ഈ കമ്മീഷൻ. അപ്പോൾ ചിന്തിച്ച് നോക്കൂ, ഇതെനിക്ക് വെറുതെ കിട്ടിയതാണോ? അല്ല. കസ്റ്റമർ എൻ്റെ കടയിൽ വന്നപ്പോൾ ഞാൻ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് പ്രത്യേകം ഞാൻ ആ കസ്റ്റമറോട് പറഞ്ഞു, നിങ്ങൾ ഇതെടുത്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ അതിനിങ്ങനെ അയാൾക്കിങ്ങനെ കൂടുതൽ പരിചയപ്പെടുത്തി കൊടുത്തു അല്ലേ. അങ്ങനെ കസ്റ്റമേഴ്സിനെ കൊണ്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് കൂടുതൽ എടുപ്പിച്ചു. അങ്ങനെ എനിക്ക് കിട്ടിയതല്ലേ കമ്മീഷൻ. അപ്പോൾ വെറുതെ കിട്ടിയതല്ല, ഞാൻ അവിടെ അധ്വാനിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ എടുത്ത അധ്വാനം ഉണ്ടല്ലോ, ആ അധ്വാനത്തെയാണ് എന്ത് വിളിക്കുന്നത്, റിസീവ്ഡ് കമ്മീഷൻ എന്ന് പറയുന്നത്. റിസീവ്ഡ് കമ്മീഷൻ, അതായത് ഈ 500 രൂപ എനിക്ക് കിട്ടാൻ കാരണമായ പ്രവൃത്തി, ഞാൻ എന്ത് ചെയ്തിട്ടാണ് 500 രൂപ കിട്ടിയത്, ആ പ്രവൃത്തിയാണ്, എൻ്റെ അധ്വാനത്തെയാണ്, എൻ്റെ ത്യാഗത്തെയാണ് എന്ത് പറയുന്നത്, ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ക്രെഡിറ്റ് ചെയ്ത് ദോഷത്തിൽ എഴുതിയത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള കമ്മീഷൻ കിട്ടാൻ വേണ്ടി ഞാൻ അവിടെ എടുത്തിട്ടുള്ള അധ്വാനം, അതാണ് റിസീവ്ഡ് കമ്മീഷൻ എന്ന് പറയുന്നത്. ക്യാഷ്, അതായത് ഈ പൈസ എനിക്ക് കിട്ടിയത് നല്ലതാണ്, ഈ പൈസ കിട്ടാൻ കാരണമായ ഞാൻ ചെയ്ത കർമ്മം, അധ്വാനം, അതാണ് റിസീവ്ഡ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ രണ്ടാമത് എഴുതിയത്. അതുകൊണ്ടാണ് ഇൻകങ്ങൾ രണ്ടാമത് വരുന്നത്. ക്യാഷ് കിട്ടാൻ കാരണമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സ്വത്ത് കൂടാൻ കാരണമായ കാര്യങ്ങൾ, ഇതിനൊക്കെയാണ് ഇൻകം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്തു കൊടുത്തോ അതാണ് ഇൻകം. അടുത്തത് ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ഓപ്പൺ SBI ബാങ്ക് അക്കൗണ്ട്, പുതിയൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നു. വിത്ത് ₹8,000, 8,000 രൂപ കൊണ്ട് നമ്മൾ ഒരു SBI ബാങ്ക് അക്കൗണ്ട്, SBIയിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. അപ്പോൾ നമ്മൾ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് വരുന്നത് ഗുണം? ശരിക്കും ഗുണദോഷമല്ല, ഇവിടെ നിന്നാണ് പോകണം അവിടെ പോയിരുന്നു അല്ലേ, അങ്ങനെയല്ലേ. അതായത് ബാങ്കിൽ ക്യാഷായി അല്ലേ, ബാങ്കിൽ ക്യാഷായി. അപ്പോൾ SBI ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, SBI ബാങ്കിൽ പൈസ കൂടി. ബാങ്കിൽ പൈസ കൂടാൻ വേണ്ടിയല്ലേ നമ്മൾ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. എത്ര രൂപ? 8,000, 8,000. അപ്പോൾ ബാങ്കിൽ ക്യാഷ് കൂടിയിട്ടുണ്ട്. നമ്മൾ എന്താ കൊണ്ടുപോയി കൊടുത്തത്? ക്യാഷ് അല്ലേ, കയ്യിലെ പൈസയല്ലേ കൊടുത്തത്. എത്രയാണ്? 8,000, 8,000 രൂപ. അപ്പോൾ എവിടെ കൂടി? ബാങ്കിൽ പൈസ കൂടി, നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി? പൈസ പോയി. നമ്മൾ ബാങ്കിൻ്റെ പേര് ചേർത്ത് എഴുതുന്നത് നല്ലതാണ് കേട്ടോ. കാരണം നമ്മുടെ ബിസിനസ്സിന് ഒന്നിലധികം, ഇപ്പോൾ ഒരു ബാങ്കിലുള്ളൂ അക്കൗണ്ട് SBI ബാങ്കിൽ എന്ന് കരുതുക, ഭാവിയിൽ കനറ ബാങ്കിലും അക്കൗണ്ട് തുടങ്ങാമല്ലോ, മറ്റേതെങ്കിലും ബാങ്കിലും തുടങ്ങാം. അപ്പോൾ ബാങ്ക് എന്ന് എഴുതിയാൽ ഇത് ഏത് ബാങ്കാണെന്ന് തിരിച്ചറിയില്ല. അപ്പോൾ ബാങ്കിൻ്റെ പേര് ചേർത്ത് എഴുതുന്നതാണ് നല്ലത്. ഒരു ബാങ്കിൽ മാത്രമുള്ളൂ എങ്കിൽ വെറും ബാങ്ക് എന്ന് എഴുതിയാലും മതി. പക്ഷെ എന്നാലും ഭാവിയിൽ തുടങ്ങാൻ സാധ്യത, അപ്പോൾ അത് അത്ര സേഫ് അല്ല. നമ്മൾ SBI ബാങ്കിൻ്റെ പേര് ചേർത്തിട്ട് തന്നെ എഴുതണം, അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ SBI ബാങ്ക്, കനറ ബാങ്ക് അങ്ങനെയൊക്കെയാണ് എഴുതുന്നത്. അപ്പോൾ SBI ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, SBI ബാങ്കിൽ എന്താവുന്നു? ക്യാഷ് ആവുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോകുന്നു? പൈസ പോകുന്നു. അപ്പോൾ ബാങ്കിൽ പൈസയും കയ്യിൽ നിന്ന് പൈസ പോയി. ചില ആളുകൾ ചിന്തിക്കും ഇതിന് ഇൻട്രസ്റ്റ് കിട്ടുന്ന ഗുണമല്ലേ. ഇൻട്രസ്റ്റ് ഇപ്പോഴല്ല, ബാങ്കിലിട്ട് പൈസ ഇടുമ്പോഴല്ല കിട്ടുക, പിന്നീടാണ് കിട്ടുക അല്ലേ. അത് കിട്ടുമ്പോൾ അതിന് വേറെ ജേണൽ എൻട്രി എഴുതണം, അത് പിന്നീട് വരുന്ന കാര്യമാണ്. അത് വരുമ്പോഴാണ് അതിൻ്റെ കാര്യം എഴുതേണ്ടത്. ഇപ്പം നമ്മൾ ബാങ്കിൽ പൈസ ഇട്ടിട്ടുള്ളൂ, ബാങ്കിൽ പൈസയായി, കയ്യിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി. അടുത്തത് ടേക്ക് എ കനറ ബാങ്ക് ലോൺ ₹1 lakh
കനറ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നു, അല്ലേ? ലോൺ എടുക്കുന്നു 1 ലക്ഷം. നമ്മൾ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുകയാണ്. നമ്മൾ ലോൺ എടുക്കുമ്പോൾ ആധാരം, അല്ലേ, ഭൂമിയുടെയോ മറ്റിൻ്റെയോ ആധാരം വെച്ചുകൊണ്ടോ സ്വർണ്ണം പണയം വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ, അല്ലേ, ലോൺ എടുക്കാറുണ്ട്. പ്രാക്ടിക്കലി ചിന്തിക്കുക, മനസ്സിൽ ചിന്തിക്കുക. മനസ്സിൽ ഇഷ്ടമുള്ളൊരു ബാങ്ക് കരുതുക. അവിടെ നമ്മൾ പോയി ഡോക്യുമെൻ്റൊക്കെ കൊടുത്ത് നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ എന്താ ബാങ്ക് തരിക? നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും, അല്ലേ? അതായത് നമുക്ക് ക്യാഷാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടി, ക്യാഷ് അക്കൗണ്ട്, ഡെബിറ്റ്, ക്യാഷ് കിട്ടി. ഇതിൻ്റെ മലയാളം എന്താ? ക്യാഷ് കിട്ടി, അല്ലേ? ഞാൻ പറയുന്നത് ക്യാഷ് കിട്ടി എന്നാണ് ഇതിൻ്റെ മലയാളം. എത്ര രൂപ? 1 ലക്ഷം. അപ്പോൾ ക്യാഷ് കിട്ടിയിട്ടുണ്ട് 1 ലക്ഷം. എന്താ നമുക്ക് നഷ്ടം? ലോൺ എടുത്തിട്ട് 1 ലക്ഷം രൂപ കിട്ടി, അത് നല്ലത് എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുമോ? ലോൺ എടുത്താൽ എന്ത് വന്നു? കടല്ലേ, ബാധ്യത, അല്ലേ? നമ്മൾ കടക്കാരനായി. നല്ല കാര്യമാണോ? അല്ല, നമ്മൾ കടക്കാരനായി. അതാണ് ഇവിടെ മോശം എന്ന് പറഞ്ഞത്. നമ്മുടെ കയ്യിൽ നിന്ന് പോവല്ല, നമ്മൾ ചീത്ത കാര്യമാണ്, അല്ലേ? അതായത് ദോഷമാണ് ക്രെഡിറ്റ്, ചീത്ത കാര്യം. നമ്മൾ കടക്കാരനാവുന്നത് നല്ലതല്ല. അപ്പോൾ ബിസിനസ് കടത്തിലായി. അപ്പോൾ എങ്ങനെ എഴുതുക? കനറ ബാങ്ക് ലോൺ ക്രെഡിറ്റ് ചെയ്യണം. ലോൺ അക്കൗണ്ട് ക്രെഡിറ്റ്. പല ആളുകളും ഇതിനെ കനറ ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതാറുണ്ട്. തെറ്റാണ് കേട്ടോ. ഒരിക്കലും ഇത് ബാങ്ക് അക്കൗണ്ട് അല്ല. ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ATM നിന്ന് ക്യാഷ് ഒക്കെ എടുക്കുന്നതിനാണ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതൊരു കനറ ബാങ്ക് ലോൺ അക്കൗണ്ടാണ്. അതായത് ലോൺ എന്ന് പറഞ്ഞാൽ ബാധ്യത ഇവിടെ വരികയാണ് ചെയ്യുന്നത്, അല്ലേ? ലോൺ എന്ന് പറഞ്ഞാൽ ബാധ്യത വരുന്നത്. കനറ ബാങ്ക് ലോൺ അക്കൗണ്ട് ക്രെഡിറ്റ്. ലോൺ എന്ന വാക്ക് ചേർത്തി എഴുതണം കേട്ടോ. ബാങ്കിൻ്റെ പേര് ചേർത്തി എഴുതണമാണ് നല്ലത്. കാരണം ഭാവിയിൽ നമ്മൾ മറ്റൊരു ബാങ്കിൽ നിന്ന് കൂടി എന്തെടുക്കാം? ലോൺ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ആക്സിസ് ബാങ്കിൽ നിന്ന് ചിലപ്പോൾ ലോൺ എടുക്കാം. അപ്പോൾ നമ്മൾ ബാങ്കിൻ്റെ പേര് ചേർത്തി എഴുതണം. വെറും ലോൺ എന്ന് എഴുതിയാൽ ശരിയാവില്ല. അപ്പോൾ ക്യാഷ് കിട്ടിയത് ഗുണം, ബാങ്കിൻ്റെ ലോണ് ബാധ്യത വന്നത് ദോഷം. അത് കടം വന്നത് ചീത്ത കാര്യമാണ്, അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? 1 lakh ഇവിടെ ക്രെഡിറ്റ് ചെയ്തു, അല്ലേ? നമ്മുടെ നേരത്തെ പറഞ്ഞ ഡെബിറ്റ് ക്രെഡിറ്റ് റൂള് പ്രകാരം ക്യാഷ് സ്വത്ത് കൂടിയത് കൊണ്ട് ഇതിനെ ഡെബിറ്റ് ചെയ്തു എന്നും, ബാധ്യത വന്നതുകൊണ്ട്, ബാധ്യത കൂടിയതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്തു എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? സ്വത്ത് കൂടിയതുകൊണ്ട് ഇതിനെ ഡെബിറ്റ് ചെയ്തു, ബാധ്യത കൂടിയതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു എന്നും പറയാം. പക്ഷേ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ നല്ലത് ഇവിടെ ക്യാഷ് കിട്ടിയത്, ക്യാഷ് കിട്ടി, ക്യാഷ് കൂടി, അല്ലേ? ശരിക്കും ആ ഡെബിറ്റ് ക്രെഡിറ്റ് റൂള് തന്നെയാണ് നമ്മൾ ഈ പറയുന്നത്. ഒന്നുകൂടെ എളുപ്പമാക്കി പറയുകയാണ്, മനസ്സുകൊണ്ട് ചിന്തിച്ച് യുക്തിയുണ്ട്, അല്ലേ? ആ റൂളിനെ തന്നെയാണ് നമ്മൾ ഈ ഗുണം ദോഷം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിച്ച് പറയുന്നത്. അപ്പോൾ ക്യാഷ് കിട്ടിയത് നല്ലത്, ബാധ്യത വന്നത്, അതായത് ലോണ് വന്നത് ദോഷം. അടുത്തത് രമേശ് നമുക്ക് പൈസ തന്നു എന്ന് പറയുന്നത്. എന്തിനാ രമേശ് പൈസ തരുന്നത്? നമ്മൾ ജേർണൽ എൻട്രി തുടങ്ങിയ സമയത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്, അല്ലേ? രമേശിന് നമ്മൾ വിറ്റിട്ടുണ്ട്, അല്ലേ? രമേശിന് നമ്മൾ വിറ്റിട്ടുണ്ട്, അതായത് കടത്തിന് വിറ്റിട്ടുണ്ട്. അപ്പോൾ രമേശ് പൈസ തരാനാണ്. അപ്പോൾ ഇവിടെ രമേശ് നമുക്ക് ക്യാഷ് തരികയാണ്, 5000 രൂപ ക്യാഷ് തരാണ്. അയാൾ തരാനുള്ള പൈസയാണ് തരുന്നത്, അല്ലേ? അതായത് ക്യാഷ് തരാനുണ്ട്, അതിൽ കുറച്ച് തരികയാണ്. അപ്പോൾ 5000 രൂപ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ എന്താ നമുക്ക് കിട്ടി? ക്യാഷ് കിട്ടി, അല്ലേ? ക്യാഷ് കിട്ടി. നമുക്ക് അയാൾ തന്നത് എന്താ? ക്യാഷ് അല്ലേ? 5000 രൂപ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ദേശത്തിൽ എഴുതുക? രമേശ് തരാനുണ്ട് എന്ന് മുമ്പ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതായത് രമേശ് അക്കൗണ്ട് ആഫ്റ്റർ സെയിൽ എന്ന് എഴുതിയിട്ടുണ്ട്. ആ രമേശ് തരാനുണ്ട് എന്നുള്ളതിൽ അത് കുറക്കണം. അപ്പം രമേശ് ഇനി തരില്ലല്ലോ, അല്ലേ? അയാളുടെ കണക്കിനെ നമ്മൾ കുറക്കണം. അപ്പോൾ രമേശ് അക്കൗണ്ടിനെ നമ്മൾ എവിടെ എഴുതണം? ക്രെഡിറ്റിൽ എഴുതണം. അതായത് ഈ ഡെബിറ്റ് ഗുണം, ഡെബിറ്റിൻ്റെ വിപരീതമാണ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ. ഗുണം ദോഷം, ഡെബിറ്റിൻ്റെ വിപരീതം. മുമ്പ് നമ്മൾ രമേശിനെ ഡെബിറ്റിൽ ചെയ്തെങ്കിൽ ഇപ്പോൾ അത് കുറക്കണമെങ്കിൽ എവിടെ എഴുതുന്നുണ്ട്? ക്രെഡിറ്റിൽ ചെയ്യണം. അതായത് രമേശ് തരാനുള്ളത് കുറയാണ് ചെയ്യുന്നത്, കിട്ടാനുള്ള കുറയാണ്. ബാങ്കിലൊക്കെ പൈസ ഇട്ടതുപോലെയാണ് ഇയാളെ കയ്യിൽ പൈസ ഉണ്ടാകുന്നത്, അല്ലേ? അത് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ കുറയുന്ന പോലെ ഇയാൾ തരാനുള്ള കുറയാണ്. അതുകൊണ്ട് ഇതിന് എന്ത് ചെയ്യണം? രണ്ടാമത് എഴുതണം. അക്കൗണ്ടിങ്ങിൻ്റെ ഡെബിറ്റ് ക്രെഡിറ്റ് റൂള് പ്രകാരം ഇവിടെ എന്ത് സംഭവിച്ചു? ക്യാഷ് വന്നു, അസറ്റ് കൂടിയുകൊണ്ട് ഡെബിറ്റിൽ എഴുതി. രമേശ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്ററാണ്, സൺഡ്രി ഡെപ്റ്ററാണ്. അതായത് അസറ്റാണ്, കറണ്ട് അസറ്റാണ്. ആ കറണ്ട് അസറ്റ് കുറഞ്ഞു, അതുകൊണ്ട് അതിന് എന്തെഴുതി? ക്രെഡിറ്റ് ചെയ്തു, അല്ലേ? അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ ക്യാഷ് കിട്ടി, അതാണ് ഗുണം. രമേശ് തരാനുള്ളത് ഇനി തരില്ല, അയാളുടെ കണക്ക് കുറക്കണം, അയാളുടെ അക്കൗണ്ട്സ് കുറക്കണം. അതുകൊണ്ട് അയാൾ രണ്ടാമതും എഴുതി. അടുത്തത് പറയുന്നത് ഹാഷിമിന് പൈസ കൊടുത്തു എന്നാണ് പറയുന്നത്, അല്ലേ? ഹാഷിമിന് പൈസ കൊടുത്തു. എന്തിനാണ് നമ്മൾ ഹാഷിമിന് പൈസ കൊടുക്കുന്നുണ്ട്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഹാഷിമിൻ്റെ കയ്യിൽ നിന്നും കടത്തിന് ചരക്ക് വാങ്ങി എന്ന് പറയുന്നു. അപ്പോൾ ഹാഷിമിന് പൈസ കൊടുക്കാനുണ്ട്.
ഹാഷിമിന് ക്യാഷ് കൊടുക്കാനുണ്ട്, അതിൽ കുറച്ച് കൊടുക്കുകയാണ്, 2000 രൂപ നമ്മൾ കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഹാഷിമിന് നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള മുഴുവനും ഒരുമിച്ച് ചിലപ്പോൾ കൊടുക്കാം, ചിലപ്പോൾ കുറേശ്ശെ കൊടുക്കാം. ഇവിടെ 2000 ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കടം കൊടുക്കാനുള്ള ആൾക്ക് നമ്മൾക്ക് ഫ്രണ്ട്സിന് പൈസ കൊടുക്കാനുണ്ടാവും അല്ലേ. കടം അതെന്തിനാണ് കൊടുക്കുന്നത്? ബാധ്യത തീരാനല്ലേ, കടം തീരാനല്ലേ അല്ലേ. നമ്മുടെ കടം തീരണം, അതിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ഗുണം? ഹാഷിം അക്കൗണ്ട് ഡെപ്റ്റർ, ഹാഷിമിന് പൈസ കൊടുക്കാനുണ്ട് എന്ന ബാധ്യത തീരുന്നു, നമ്മുടെ കടം തീരുന്നു. നമ്മുടെ കടം തീരാനാണത് കൊടുത്തത് അല്ലേ. അപ്പോൾ അത് ഹാഷിമിൻ്റെ ബാധ്യത തീരുന്നത് ഗുണം. നമ്മൾ അതിനെന്താ കൊടുത്തത്? എന്താ പോയത്? നമ്മുടെ കയ്യിൽ നിന്ന് എന്താ പോയത്? ക്യാഷാണ് പോയത് അല്ലേ. ക്യാഷാണ് പോയത്. അതുകൊണ്ട് ക്യാഷിനെ എവിടെ എഴുതണം? രണ്ടാമത് എഴുതണം. ക്യാഷിനെ രണ്ടാമത് എഴുതുന്നു. ഓക്കെ. അപ്പോൾ ഹാഷിമിന് കൊടുക്കാനുള്ള ബാധ്യത കടം കുറഞ്ഞു, അത് നല്ലതാണ് അല്ലേ. നമ്മളതിനല്ലേ പൈസ കൊടുത്ത്. ഹാഷിം അക്കൗണ്ട് ഡെപ്റ്റർ, ഹാഷിമിൻ്റെ ബാധ്യത കുറഞ്ഞു. കയ്യിൽ നിന്നത് പോയി, ക്യാഷ് പോയി, ക്യാഷ് പോയിട്ടുണ്ട്, അതുകൊണ്ട് അതിനെ രണ്ടാമത് എഴുതി. അതായത് ബാധ്യത ഇവിടെ കുറയാണ് അല്ലേ. ഡെബിറ്റ് ക്രെഡിറ്റ് റൂള് പ്രകാരം ബാധ്യത കുറഞ്ഞോ, ബാധ്യത കുറയുമ്പോൾ ഡെബിറ്റിൽ എഴുതണം. ഇയാൾ എന്താണ്? ക്രെഡിറ്ററാണ് അല്ലേ, സൺഡ്രി ക്രെഡിറ്ററാണ്, കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ ഇയാൾക്ക് കൊടുക്കാനുള്ള ബാധ്യത കുറഞ്ഞു, അതുകൊണ്ട് ഡെബിറ്റിൽ എഴുതി. അസറ്റ് കുറഞ്ഞു അല്ലേ, ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വത്തല്ലേ, അസറ്റ് കുറഞ്ഞു, അതുകൊണ്ട് അതിനെ രണ്ടാമതും എഴുതി. ഓക്കെ. അപ്പം ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നും നമ്മൾ കുറച്ച് ജേണൽ എൻട്രികൾ ചെയ്തു. ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.